ആശമാരെ നമസ്കാരമുണ്ട്. അഭിലാഷാണ്, ഷൈൻ ടെക് ബൈക്സ് കത്തിരിക്കട എറണാകുളം. ഇത് നമുക്കൊരു BS6 യൂണിക്കോൺ ആണ് വണ്ടി. ഈ വണ്ടിയുടെ പ്രശ്നം ഇതുണ്ടോ, സെൽഫ് അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല, ബാറ്ററി ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരു ബാറ്ററി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാറ്ററിയുടെ പ്രശ്നമല്ല, പക്ഷേ ഇത് കണ്ടോണം, കിക്കറിൽ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാണ്. കിക്കറിൽ ഈ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. പക്ഷേ സെൽഫിൽ കണ്ടോ, സെൽഫിൽ സ്റ്റാർട്ടാവില്ല. കിക്കറിൽ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാവും. ഇതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. ബാറ്ററിയുടെ പ്രശ്നമല്ല, ഞാൻ ബാറ്ററി മാറി നോക്കിയതാണ്. അതായത് ഞാൻ വേറൊരു സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ബാറ്ററിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഈസി വേ ഉണ്ട്. അതിന് പറയുന്ന പേര് വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ 20 DC വെക്കുക. പ്രോബൊക്കെ അതേപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പിടിപ്പിച്ചാൽ മതിയാവും. വോൾട്ടേജ് ഡ്രോപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് ലൈനിലോട്ട് കൊടുക്കാവുള്ളൂ. നെഗറ്റീവാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവേന്ന് നെഗറ്റീവിലോട്ട് വേണം ചെക്ക് ചെയ്യാൻ. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നേരെ കോടിയിലോട്ടാണ് കൊടുത്തിരിക്കുക. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. നമുക്കതുകൊണ്ട് ആദ്യം നെഗറ്റീവിൻ്റെ ഡ്രോപ്പ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതിന് ഇതേപോലെ തന്നെ മൾട്ടിമീറ്റർ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇടുക. അതിന് ശേഷം നെഗറ്റീവിൽ കൊടുക്കുക. ഞാനിപ്പോൾ നെഗറ്റീവ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ ബോഡിയായിട്ട് ഒന്ന് വോൾട്ടേജ് എല്ലാം ഡ്രോപ്പ് ആവുന്നുണ്ടോ നോക്കുകയാണ്. മെയിൻ എർത്ത് ബോഡി എഞ്ചിനിലോട്ടാണ് എനിക്ക് കൊടുക്കുക. അപ്പോൾ എഞ്ചിനിലോട്ട് ഞാൻ നോക്കുകയാണ്. ഇതാണ്ടോ 0 ആണ് കാണിക്കുന്നത്. ഞാൻ എഞ്ചിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടുത്തെ മെയിൻ എർത്തിന് ഡ്രോപ്പൊന്നും ഇല്ല. കറക്റ്റ് പക്ക എർത്താണ്. എർത്തിന് എന്തെങ്കിലും പ്രശ്നം, ക്ലാവോ വയറ് കട്ടാവോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് കാണിക്കും. ഇവിടെ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ എർത്ത് പക്കയാണ്. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഏത് പോയിന്റിലാണ് കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ എർത്ത് കംപ്ലൈൻ്റ് ഇല്ല. ഇനിയുള്ളത് ഇതിൻ്റെ FIയിലേക്കുള്ള വയറിംഗ് കിറ്റ് എന്നുള്ള എർത്താണ്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. അതായത് നമുക്ക് മോട്ടറിലോട്ട് കൊടുത്തിരിക്കുന്ന മെയിൻ എർത്ത്. ഞാനിത് നെഗറ്റീവ് ബാറ്ററി ടെർമിനലിലെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ നമ്മുടെ സാധാരണ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോട്ടറിനെ ഇവിടെ നോക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഇല്ല, 0 തന്നെയാണ്. ഇനി നട്ടെ നോക്കുകയാണ്. നട്ടെ നോക്കുമ്പോഴും എനിക്ക് 0 തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കുകയാണ്, ആ ടെർമിനലിലെ നോക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇതിൻ്റെ എർത്ത് നല്ല പക്കായാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എർത്ത് വരുന്നത് ഇവിടെയാണ്. FI റിലേറ്റഡുള്ള എർത്തുകൾ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഞാൻ ഈ ബോൾട്ടേൽ കറക്റ്റ് ഈ വോൾട്ടേൽ കറക്റ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കാണും. 10ൻ്റെ ബോൾട്ട് ഇട്ടാണ് ടൈറ്റ് ചെയ്യുക. ആ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ 0 ആണ് കാണിക്കുക. ഇനി ഞാൻ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം, ഇതൊരു പവർ ഓൺ ആയിരിക്കണം, അതായത് കീ സെറ്റ് ഓൺ ആയിരിക്കണം. ഈ വണ്ടി നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് ചെക്ക് ചെയ്യുമ്പോൾ അത് ലോഡ് കണ്ടീഷനായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്. ഈ വോൾട്ട് കറക്റ്റ് 10ൻ്റെ ബോൾട്ടിന് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് 0 ആണ് കാണിക്കുക. അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല. കാരണം ഇവിടെ എർത്ത് നല്ലതായതുകൊണ്ട് തന്നെ ചേസ് വഴി വരുന്നു. ചേസേന്ന് കറക്റ്റ് തുരുമ്പൊന്നും ഇല്ലാത്ത കാരണം ഈ വോൾട്ടേജ് കിട്ടുന്നുണ്ട്. 10ൻ്റെ ബോൾട്ടിൽ എനിക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല കിട്ടുന്നു. ഇനി ഞാൻ ഈ വയറെല്ലാം തൊട്ട് നോക്കാം. ഇതുണ്ടോ, ഈ വയറിൻ്റെ ഇവത്തെല്ലാം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, എനിക്കിവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അതായത് 8 വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 8 വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വോൾട്ട് ഇവിടെ ഡ്രോപ്പായി പോകുന്ന എത്ര എന്നാണ് ഇവിടെ കാണിക്കുക. 8 വോൾട്ടിൻ്റെ സമമായിട്ടുള്ള എർത്ത് ഇവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്. അതായത് 4 വോൾട്ടിനടുത്ത് എനിക്ക് അതിനുള്ള എർത്ത് ഇവിടെ കിട്ടുന്നുള്ളൂ. എനിക്കിപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഡ്രോപ്പ് ഉണ്ട്, പക്ഷേ ഈ വോൾട്ടേൽ ഡ്രോപ്പ് ഇല്ല. ഇവിടെ ഡ്രോപ്പ് ഉണ്ട്, ഇവിടെ ഡ്രോപ്പ് ഇല്ല. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇതിൻ്റെയും കൂടെ നടുക്ക് എവിടെയാണ് പ്രശ്നം.
എക്സാക്റ്റ് ഇതിനുള്ളിൽ ക്ലാവ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൂസ് കോൺടാക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് ഏത് പോയിന്റിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രയും ഗ്യാപ്പിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 7 വോൾട്ട് ഡ്രോപ്പ് ആവുന്നു. ഞാൻ മൾട്ടിമീറ്റർ നോബ് എവിടെ പിടിച്ചേക്കുന്നതെന്നുണ്ടോ. ഇനി കറക്റ്റ് ഞാൻ എന്താ വോൾട്ട് ബാറ്ററിയുടെ 10ൻ്റെ വോൾട്ടേ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് കംപ്ലൈൻ്റ് എന്ന്, ഇത്രയും ഗ്യാപ്പിലാണ് കംപ്ലൈൻ്റ് എന്ന് എനിക്ക് എക്സാക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഒരു ഡ്രോപ്പ് ടെസ്റ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ഏത് ലൈനിലും എന്ത് സാധനത്തിലും, അതായത് ഒരു സെൻസർ 5 വോൾട്ടിൻ്റെ ഒരു സെൻസർ ആണെങ്കിൽ പോലും അതിൻ്റെ വോൾട്ടേജ് എത്ര ഡ്രോപ്പ് ആവുന്നുണ്ട്, എർത്തിലാണോ ഡ്രോപ്പ് ആവുന്നത് അതോ ഇതിലാണോ ഡ്രോപ്പ് ആവുന്നതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വയറയിലുണ്ട്, അവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. നല്ല പക്കായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഈ നിറത്തിൽ നോക്കുന്നു, ഡ്രോപ്പൊന്നുമില്ല. ഈ നട്ടിൽ നോക്കുന്നു, ഡ്രോപ്പൊന്നുമില്ല. ഇനി ഇതാണ്ട് ഈ വയറിൽ മുമ്പേ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡ്രോപ്പ് ഉണ്ടോ എന്ന് നോക്കാം. വേണ്ട, ഇപ്പോൾ ഡ്രോപ്പൊന്നുമില്ല, പക്കയാണ്. ഇനി ഈ വണ്ടി സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ടാകുമെന്ന് നോക്കാം. സ്റ്റാർട്ടാണ് വണ്ടി.